AI ക്യാമറ മുതൽ റോഡിൽ മിഴി തുറന്നിരിക്കുന്ന പലതരം ക്യാമറകൾ, അതുകൂടാതെ വഴിയിൽ കാത്തുനിൽക്കുന്ന പോലീസും മോട്ടോർ വാഹന വകുപ്പും, ഇവരെല്ലാം ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ നോട്ടീസ് അയച്ചിട്ടും പിഴ അടയ്ക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഇനി പോക്കറ്റ് കാലിയാവും. വാഹന ഇൻഷുറൻസിന്റെ രൂപത്തിലാണ് പുതിയ പണി വരുന്നത്. വർഷം തോറും ഇൻഷുറൻസ് പുതുക്കുമ്പോൾ ഇനി ഇൻഷുറൻസ് തുക മാത്രം അടച്ചാൽ പോരാ, ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴയും അടയ്ക്കണം. പിഴയും അതിന്റെ പലിശയും ചേർത്തുള്ള തുകയായിരിക്കും ഇൻഷുറൻസ് തുകയായി കണക്കാക്കുക. ഇത് കേരളം തരുന്ന പണിയല്ല, കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ വകയാണ്. ഈ ചലാൻ പെൻഡിംഗ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടും. അപ്പോൾ നമുക്ക് എത്ര ചലാൻസ് ഉണ്ട് എന്നുള്ളത് ഇൻഷുറൻസ് ആയിട്ട് ബന്ധമുള്ള കാര്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചലാൻ ഇല്ല എങ്കിൽ എൻ്റെ ഇൻഷുറൻസ് പ്രീമിയം ഫിക്സ്ഡ് ആയിരിക്കും. ചലാൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് കണക്റ്റഡ് ആണ്, വാഹന ആൻഡ് ഇൻഷുറൻസ്. ഈ കണക്ഷൻ കൊണ്ട് അവർ നമ്മുടെ പ്രീമിയം കൂട്ടും. ആ പ്രീമിയം കൂട്ടുന്നത് നമ്മുടെ നമ്പർ ഓഫ് ചലാൻസിന്റെ ബേസിസിലാണ്. നിയമലംഘനങ്ങളുടെ പിഴ അടയ്ക്കാത്തവരുടെ എണ്ണം കോടികളായി പെരുകിയപ്പോഴാണ് കേന്ദ്രവും ഇൻഷുറൻസ് കമ്പനികളും തമ്മിൽ ധാരണയായത്. നമ്മൾ അടയ്ക്കുന്ന തുകയിൽ നിന്ന് ഇൻഷുറൻസ് തുക കമ്പനിക്കും പിഴത്തുക അതാത് സംസ്ഥാനങ്ങൾക്കും കൈമാറും. 6 മാസത്തിനുള്ളിൽ നടപ്പാക്കാൻ തയ്യാറാകാനുള്ള പ്രാഥമിക നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. CG അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.